NDA തുടർച്ചയായി രണ്ടാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമാണ് കൊല്ലം ചാത്തന്നൂർ. വോട്ട് വിഹിതമുയർത്തി മണ്ഡലത്തിൽ NDAയെ നിർണായക ശക്തിയാക്കി മാറ്റിയ BB ഗോപകുമാർ തന്നെയാണ് ഇക്കുറിയും ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥി. മനോജ് ഒപ്പം ചേരുന്നുണ്ട്. മനോജ്, ചാത്തന്നൂർ അങ്ങനെ BJPക്ക് സ്വാധീനമുള്ള ഒരിടമൊന്നും ആയിരുന്നില്ല. പണ്ട് പതിയെ ചുവടുറപ്പിച്ച് ഈ ഗോപകുമാർ എന്ന സാരഥി ഉണ്ടാക്കിയെടുത്ത നേട്ടം അതൊരു ചരിത്രമാണ്. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം? തീർച്ചയായും ചാത്തന്നൂർ മണ്ഡലത്തിൽ BB ഗോപകുമാറിനെ പുതുതായി ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം, കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഓരോ ചുവടും മെച്ചപ്പെടുത്തി വരാൻ ഇവിടെ NDAക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥിക്കുമുള്ളത്. സ്ഥാനാർത്ഥി രാവിലെ പര്യടനത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തായാലും വീട്ടിലാണുള്ളത് ഇപ്പോൾ. അതായത് ഈ ഓരോ തെരഞ്ഞെടുപ്പിലും നമുക്ക് ചാത്തന്നൂരിൽ വലിയൊരു വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. NDAയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയപ്രതീക്ഷ കൂടെ നൽകുന്നുണ്ട്. ഇത്തവണ എന്തായാലും ആ ഒരു വിജയത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പ്രവർത്തകരായാലും പൊതുജനങ്ങളായാലും എല്ലാം ഒരേ അഭിപ്രായത്തിൽ ഇക്കുറി ചാത്തന്നൂരിൽ താമര വിരിയും, ചാത്തന്നൂർ NDAയുടേതാകും, നരേന്ദ്രമോദിയുടെ പ്രതിനിധി ചാത്തന്നൂരിൽ നിന്നും വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അല്ലാതെയും ചാത്തന്നൂരിലെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു പരിചയം, അതായത് വർഷങ്ങളായി തന്നെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അവർക്കിടയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷയൊക്കെ നൽകുന്നത്, അല്ലേ? അതെ, ഏതാണ്ട് 4 പതിറ്റാണ്ടിലധികമായി ചാത്തന്നൂരിൻ്റെ പൊതുരംഗവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. 95-2000 ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന രീതിയിൽ ജനപ്രതി എന്ന രീതിയിൽ തുടങ്ങിയ പ്രവർത്തനം, അതിനു മുമ്പും ഉള്ള പ്രവർത്തനങ്ങൾ, അതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ പിന്തുണ. അവിടെ ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൊതുപ്രവർത്തന രംഗത്തുടനീളം എല്ലാ രംഗങ്ങളിലുമുള്ള എല്ലാ വിഭാഗം ആൾക്കാരുടെയും സഹകരണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് കൈമുതലായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതായത് NDAക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ്. അതെ, 2016 തെരഞ്ഞെടുപ്പിൽ നമ്മൾ 2ാം സ്ഥാനം വന്നു. 2021 തെരഞ്ഞെടുപ്പിൽ വീണ്ടും 10,000 വോട്ടിൻ്റെ വർധനവ്. അന്ന് NDAക്ക് 10,000 വോട്ടിൻ്റെ വർധനവ് വന്ന ഏക നിയമസഭാ മണ്ഡലം ചാത്തന്നൂരാണ്. ഇപ്പോൾ അതിനേക്കാൾ അധികം വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത്തരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും ഏറ്റവും അധികം ജനപ്രതിനിധികൾ ഇന്ന് NDAക്കുണ്ട്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 16-ന് ശേഷം നമ്മൾ വലിയ മുന്നേറ്റം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ NDAക്ക് നല്ല വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പ്രധാനമായും എല്ലാ മണ്ഡലങ്ങളിലേക്കും എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെയുള്ള പരാതി എന്ന് പറയുന്നത് വികസനം എന്നുള്ളത് വാക്കിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. പല ജനപ്രതിനിധികളും അവർക്ക് വാക്ക് കൊടുക്കുന്നു, പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതേ കാര്യം നടത്തി തരാമെന്ന് പറഞ്ഞ് തന്നെ വീണ്ടും അവരെ സമീപിക്കുകയാണ്. ഒരുപാട് പദ്ധതികളുണ്ട്, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ, പക്ഷേ അതൊന്നും ചാത്തന്നൂരിൽ നടപ്പിലായില്ല എന്നുള്ളതാണ്. 100% ശരിയാണ്. ചാത്തന്നൂരിൽ ബഡ്ജറ്റിൽ കുറേ കാര്യങ്ങൾ പറയും, MLA കുറേ കാര്യങ്ങൾ പറയും, ഇതെല്ലാം പാഴ്വാക്കുകളായി മാറും. 1-2 കാര്യങ്ങൾ. ചാത്തന്നൂർ താലൂക്ക് ഏതാണ്ട് 3 പതിറ്റാണ്ടായി ചാത്തന്നൂർ താലൂക്ക് രൂപീകരണം എന്ന ആവശ്യം നിലനിന്നിട്ട്. കഴിഞ്ഞ 10 വർഷക്കാലം നിലവിലുള്ള MLAയുടെ പാർട്ടിയിൽപ്പെട്ടയാൾ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് പോലും മറ്റു പലയിടത്തും താലൂക്ക് അനുവദിക്കപ്പെട്ടെങ്കിലും ചാത്തന്നൂരിൽ താലൂക്ക് അനുവദിക്കപ്പെട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിൽ സംരംഭം, സ്പിന്നിങ് മില്ല്. ആ സ്പിന്നിങ് മില്ലിൽ ഇന്നത്തെ അവസ്ഥ എന്താ? ആർക്കും തൊഴിൽ പോലുമില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പാലം നിർമ്മിക്കുന്നു, റോഡ് നിർമ്മിക്കുന്നു, റെയിൽവേ ഗേറ്റിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നു പറഞ്ഞ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ പ്രഖ്യാപനങ്ങളെല്ലാം മറക്കുന്ന സ്ഥിതിയാണ് കാലാകാലങ്ങളായിട്ട് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലുള്ളത്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഇവിടെ നടപ്പിലാക്കാൻ ആരും മുൻകൈ എടുത്തിട്ടില്ല. ടൂറിസത്തിന് വലിയ സാധ്യതയുള്ളൊരു മേഖലയായിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിരവധിയുണ്ട്. പക്ഷേ അത് മുൻകൈയെടുത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ ആത്മാർത്ഥമായ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അത്തരം പദ്ധതികളും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, നാട്ടിന് പ്രയോജനം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും സുതാര്യമായും സത്യസന്ധമായും തന്നെ നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കും.
ഈ പാരമ്പര്യ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂരിൽ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യവസായികളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ട് നമ്മൾ കൊല്ലം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കാണുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ മണ്ഡലത്തിൽ? അല്ല, ഏറ്റവും പരമ്പരാഗത വ്യവസായങ്ങളുടെ കൂട്ടത്തിൽ ചാത്തന്നൂരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കയറും കൈത്തറിയും കശുവണ്ടിയുമായിരുന്നു. 3 മേഖല. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ വർക്ക് ചെയ്തു. അവിടെ തന്നെ കയറിനെ സംബന്ധിച്ച് പരവൂരിലെ കയർ വ്യവസായം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇന്നും ഡിമാൻഡുള്ളതാണ്. പക്ഷേ ആ കയർ വ്യവസായം ഇപ്പോൾ അവിടെ നിൽക്കുന്നു. തൊഴിലാളികളുടെ പട്ടിണി അവസ്ഥ, അതിന് ആ കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കൈത്തറിയുടെ മേഖലയ്ക്ക് നിരവധി കൈത്തറി സംഘങ്ങളും വീടുകളിൽ പോലും കൈത്തറി യൂണിറ്റുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് ചാത്തന്നൂരിലടക്കമുള്ളത്. പക്ഷേ ആ കൈത്തറി മേഖല ഇന്ന് പൂർണ്ണമായി നിശ്ചലമാണ്. ആ കൈത്തറി സംഘങ്ങളെയോ അതിലെ ബന്ധപ്പെട്ട തൊഴിലാളികളെയോ അത് നിലനിർത്താൻ അല്ലെങ്കിൽ പുതിയ തരത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരാൻ ഒരു പരിശ്രമം നടത്തിയിട്ടില്ല. മറ്റൊന്ന് കശുവണ്ടി മേഖല. ഏറ്റവും കൂടുതൽ കശുവണ്ടി മേഖലയിലുള്ള തൊഴിലാളികൾ പ്രവർത്തിച്ചിരുന്ന മേഖലയാണ്. ഇത് മൂന്നിനെയും സംബന്ധിച്ച് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരാനോ ആ പദ്ധതിക്കനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ വരുത്താനോ ഈ മേഖലയിൽ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, അതായത് എങ്ങനെയെങ്കിലും BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇപ്പോൾ UDFൽ തന്നെ ഫോർവേഡ് ബ്ലോക്കിന് ആദ്യം സീറ്റ് നൽകാമെന്ന് പറയുന്നു. പിന്നീട് അത് മാറ്റി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. അതായത് പലയിടത്തും ചുവട് മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യം ദേവരായനെ തന്നെ പ്രഖ്യാപിച്ചു. ഉടനെ കുറേ കോൺഗ്രസ്സുകാരും UDFകാരും എല്ലാം ദേവരാനെതിരെ വ്യാപകമായി പോസ്റ്റ് എഴുതി. അതിനുശേഷം മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരാണ് വ്യാപകമായി പറഞ്ഞ് ആ സ്ഥാനാർത്ഥി വോട്ട് കൊടുത്തതൊക്കെ വ്യാപകമാക്കി. പിന്നീടാണ് പുതിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളെയൊക്കെ പാലിക്കാൻ വേണ്ടി പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. 16 തൊട്ട് ഇങ്ങോട്ട് UDFൻ്റെ അവസ്ഥ എന്താ? ചാത്തന്നൂരിലെ 3-ാം സ്ഥാനത്താണ്. അവിടെ 3-ാം സ്ഥാനത്തിന് വേണ്ടി ആരെയെങ്കിലും നിർത്തുക. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, NDA പരാജയപ്പെടുത്താൻ വേണ്ടി BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒത്തുകളി നടക്കുന്നുണ്ട്. അത് ഓരോ ബൂത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും ആ ചിത്രം വ്യക്തമാവും. എന്തിനാ തുടക്കം മുതൽ ഫോർവേഡ് ബ്ലോക്കിന് കൊടുത്തുകൊണ്ടൊരു വിവാദം ഉണ്ടാക്കിയത്? ഇവിടെ BJP ജയിക്കും, NDA ജയിക്കും എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴേ ഒരു സ്ഥാനാർത്ഥിയെ പറയുക, പിന്നെ അതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കുക. കാര്യം UDFന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരുടെ മനസ്സുകളിൽ പോലും ഒരു അസംതൃപ്തി തുടക്കത്തിലേ ഉണ്ടാക്കുക. ആ അസംതൃപ്തി BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഈ തുടർച്ചയായി കൊല്ലം ജില്ലയിൽ വേറെ ഒരിടത്തും ഇല്ലാത്ത തരത്തിൽ ഓരോ ദിവസവും സ്ഥാനാർത്ഥിയെ മാറ്റി പ്രഖ്യാപിക്കുന്നതിലൂടെ അവർ കാട്ടിയിട്ടുള്ളത്. തീർച്ചയായും അതൊക്കെ തന്നെയാണ്. എന്തായാലും ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥിയാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംസാരിച്ചത്. എന്തായാലും ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം NDAയുടെ ഗ്രാഫ് എന്നും ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഉയർച്ച ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനത്തിനും അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ തന്നെ വിവിധ വ്യവസായങ്ങളിലായാലും എല്ലാ മേഖലയിലുമുള്ള വികസനത്തിന് വേണ്ടി അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് താൻ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ് ഈ ചാത്തന്നൂർ.